മനുഷ്യരുടെ കിഡ്നിയും കരളും അടക്കമുള്ള ആന്തരിക അവയവങ്ങൾ കച്ചവട വസ്തുക്കളാക്കി കോടിക്കണക്കിന് രൂപയുടെ ലാഭമുണ്ടാക്കുന്ന വൻ ശൃംഖല കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ന്യൂസ് മലയാളം 24/7 പുറത്തുവിടുന്നത്. വൻകിട ആശുപത്രികളും ഇടനിലക്കാരും ഡോക്ടർമാരുമൊക്കെ സജീവ പങ്കാളികളായ കച്ചവട ശൃംഖലയാണിത്. കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയാണ് ഇതിന്റെ എല്ലാം കേന്ദ്രമായി പ്രവർത്തിക്കുന്നത്. അവയവ കച്ചവടത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഇപ്പോഴുമുണ്ടെങ്കിലും ഇത്ര വിശദമായും സൂക്ഷ്മമായും കേരളം ഇക്കാര്യങ്ങൾ അറിയുന്നത് ഞങ്ങളിലൂടെ ആയിരിക്കും. മനുഷ്യത്വമുള്ളവരെ ആകെ ഞെട്ടിക്കുന്ന ആ വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക. കിഡ്നിക്ക് 15 ലക്ഷം, കരളിന് 20 ലക്ഷം. വിലപേശി മനുഷ്യാവയവങ്ങൾ വിൽക്കുന്ന കേന്ദ്രങ്ങളാവുകയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികൾ. ലോക നിലവാരത്തിലുള്ള ആരോഗ്യമേഖല എന്നഭിമാനിക്കുന്ന നമ്മളിൽ എത്ര പേർക്കറിയാം മനുഷ്യരെ അറുത്തു വിൽക്കുന്ന ഒരു വൻ മാഫിയ നമുക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരം? 3 മാസം നീണ്ടുനിന്ന ദീർഘമായ അന്വേഷണത്തിൽ ന്യൂസ് മലയാളം കണ്ടെത്തിയത് കേരളത്തെ ആകെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. 120 അവയവദാന രേഖകൾ, 25 ദാതാക്കളുടെ മൊഴികൾ, ലക്ഷങ്ങൾ പോക്കറ്റിലാക്കിയ 20-ലേറെ ഏജന്റുമാർ, ലാഭവിഹിതം പറ്റിയ ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും. ന്യൂസ് മലയാളം ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ക്യാമറയ്ക്ക് മുമ്പാകെ എത്തിയത് കേരളം കണ്ട ഏറ്റവും വലിയ നിയമവിരുദ്ധ ക്രൂര കച്ചവടം. അവരെനിക്ക് 12 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. എനിക്ക് സർജറിക്ക് കയറണം, രാവിലെ 9 മണിക്ക് കയറണം, അതിന് മുമ്പായിട്ട് പൈസ കൊണ്ടെത്തണം. ബേബി ഡോക്ടർ ആണെങ്കിലും ബേബി ഡോക്ടറിന്റെ ഒക്കെ സർജറിയുടെ സമയത്ത് 1 ലക്ഷം രൂപയുടെ ഒരു കവർ പുള്ളിക്ക് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയിൽ മാത്രം നടന്നത് 500 കോടി മതിക്കുന്ന അവയവ കച്ചവടം. മെഡിക്കൽ ട്രസ്റ്റും രാജഗിരിയും ഇടനിലക്കാരുടെ താവളങ്ങൾ. രാജഗിരിയിൽ ജോസ് തോമസ് ഡോക്ടറാണ്, നല്ല ഡോക്ടറാണ്. അതിനൊപ്പം തന്നെ കോർഡിനേറ്റർ ആണെങ്കിൽ റോണിയാണ്, പക്ക മനുഷ്യനാണ്. നല്ല ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇരയാകുന്നവർ ആരാണ്? കേരളത്തിന്റെ മലയോര മേഖലകളിലും തീരദേശങ്ങളിലുമുള്ള ദരിദ്രരായ മനുഷ്യർ. ശരീരം കീറി അവയവം കൊടുത്താൽ അവർക്ക് കിട്ടുന്നത് തുലോം തുച്ഛമായ തുക. പാവപ്പെട്ടവർക്കും വൻ ആശുപത്രികൾക്കുമിടയിലെ ഇടനിലക്കാർ കൈക്കലാക്കുന്നതോ ഒരവയവത്തിന് 20 ലക്ഷം രൂപ വരെ. തുടർ ചികിത്സയും ആരോഗ്യ സംരക്ഷണത്തിനുള്ള സാഹചര്യങ്ങളും ലഭിക്കാതെ പാവം അവയവദാതാക്കൾ കഷ്ടപ്പെടുമ്പോൾ ഈ വൻ റാക്കറ്റ് ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൂടി കച്ചവടം വ്യാപിപ്പിച്ചു വളരുന്നു. അവയവദാനത്തിന് കർശനമായ നിയമങ്ങളുള്ള നാട്ടിലാണിത് എന്നോർക്കണം. ഊഹാപോഹങ്ങളല്ല ഞങ്ങൾ ഈ പറയുന്നത്. കൃത്യമായ രേഖകളും തെളിവുകളുമുള്ള വസ്തുതകൾ മാത്രം. നഗ്നമായ ഈ തുടർ മനുഷ്യാവകാശ ലംഘന പരമ്പരയ്ക്ക് തടയിടേണ്ടത് മലയാളികൾ ഓരോരുത്തരുടെയും കടമയാണ്. അതാണ് ഈ അന്വേഷണ വാർത്തകൾ പുറത്തുവിടുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം. എന്തുകൊണ്ട് ഇത് നിർബാധം തുടരുന്നു? എന്തുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഇതറിയുന്നില്ല? അല്ലെങ്കിൽ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇടപെടുന്നില്ല? ഇക്കാര്യങ്ങൾക്ക് ഉത്തരം വേണം. വിശദാംശങ്ങൾക്കായി ഞങ്ങൾക്കൊപ്പം തുടരുക. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അവയവ കച്ചവടത്തിനായി 20 ഏജന്റുമാരെങ്കിലും പ്രവർത്തിക്കുന്നതായാണ് ന്യൂസ് മലയാളം അന്വേഷണത്തിൽ തെളിഞ്ഞത്. അവയവ മാറ്റം സുതാര്യമാക്കാൻ നിലവിലുള്ള ശക്തമായ നിയമ സംവിധാനങ്ങളെയെല്ലാം ഈ ഇടനിലക്കാർ അട്ടിമറിക്കുന്നു. ആശുപത്രി അധികൃതരും സർക്കാർ സംവിധാനങ്ങളും ഇടനിലക്കാരും ചേർന്ന ഒരു മാഫിയ സാന്നിധ്യമാണ് ഞങ്ങളുടെ ക്യാമറയിൽ പതിഞ്ഞത്. കേരളത്തിലെ അവയവ കച്ചവട ഹബ്ബായ ലേക്ക് ഷോർ ആശുപത്രിയിൽ ന്യൂസ് മലയാളം വാർത്താ സംഘത്തിന്റെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ആദ്യം കാണാം. മെയ് 2-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്കെടുത്ത ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതിനോടകം 300ഓളം അവയവ കച്ചവടം നടത്തിയ ഇടനിലക്കാരനായ ഷാജിയെയും ഷൈനെയുമാണ്.
കോട്ടയം സ്വദേശിയുടെ അവയവം വിൽക്കുന്നതിന്റെ രേഖകളുമായാണ് ഇടനിലക്കാർ നിർലോഭം സഞ്ചരിക്കുന്നത്. ഡോക്ടറെ കാണുന്നതിന് മറ്റു രോഗികൾ കാത്തിരിക്കുമ്പോൾ ഇടനിലക്കാർക്ക് പ്രത്യേക പരിഗണനയുണ്ട്. ഇവർക്ക് ആശുപത്രിയിലെ ഏത് വിഭാഗത്തിലേക്കും അനായാസം കയറിച്ചെല്ലാം. ഒരു ആതുരാലയത്തിൽ നടക്കുന്ന നിയമവിരുദ്ധ കച്ചവടത്തിന്റെയും ആ നിയമവിരുദ്ധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ആശുപത്രി ജീവനക്കാരെയും ഇടനിലക്കാർ ഞങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടി. മീനെ പറഞ്ഞിട്ടെങ്കിൽ ഒരു ദിവസം എത്ര ഫയൽ അവർ കറക്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയാം. കമ്മിറ്റി എങ്ങാനും പൊട്ടി അപ്പം പിടിക്കുന്നത് മിനീനല്ല. അവിടെ നടക്കണ എല്ലാം ഇങ്ങനെയാണെന്ന് അറിയാം. യാതൊരു വിഷയമൊന്നുമില്ല. മിനിയതൊക്കെ നമുക്ക് കയറിച്ചില്ല. ഞങ്ങൾക്കാണെങ്കിലും കയറി ചെന്ന് ആ ഒരു താഴ്വര നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ടെസ്റ്റുകൾ ഈ പറഞ്ഞ പോലെ CTയും DSയും DTPയും ഒന്ന് ശരിയായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കമ്മിറ്റി കൗൺസിലിംഗ് ഒന്നും ഒരു വിഷയമല്ല. 3 ടൈമായിട്ടാണ് പൈസ മേടിക്കുന്നത്. ഫസ്റ്റ് അഡ്വാൻസ് പേയ്മെൻ്റ് ഉണ്ട്. അതത്ര 2 or 3 എങ്ങാണ്ടാണ് 2. അത് നിങ്ങൾ അക്കൗണ്ടിലേക്ക് പേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ വരുമ്പോൾ തന്നാലും മതി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടം പോലെ. അത് കഴിഞ്ഞ് ടെസ്റ്റ് കഴിഞ്ഞ് ക്രോസ് മാച്ച് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഈ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് 3 ലക്ഷം രൂപ, മൊത്തം 5 ലക്ഷമായി. പിന്നെ സർജറിയുടെ തലേ ദിവസം, സർജറി 10-ാം തീയതി ആണെങ്കിൽ സർജറിയുടെ തലേ ദിവസം 9-ാം തീയതി വൈകിട്ട് ഒരു 6 മണിക്ക് മുമ്പായിട്ട് ബാക്കി എമൗണ്ട്. ഇതെല്ലാം ക്യാഷായി. അവയവക്കടത്തിലെ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന കേന്ദ്രങ്ങളും ആശുപത്രികളാണ്. ആലപ്പുഴ പാണാവള്ളി സ്വദേശിക്ക് അവയവമാറ്റത്തിന് മുൻപ് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ വെച്ച് പണം കൈമാറുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. എല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ക്ലിയർ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ സങ്കടപ്പെടേണ്ട ഒന്നും വേണ്ട. ടെൻഷൻ കഴിക്കും. നല്ലപോലെ നമ്മൾ പണം കൈമാറിയത് സംബന്ധിച്ച വിവരങ്ങളും ഇടനിലക്കാരൻ ഷൈൻ വ്യക്തമാക്കും. ഇവരുടെ കമ്മീഷൻ്റെ ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത്. ഈ ഡോണിനെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഇവർക്ക് കമ്മീഷൻ 1 ലക്ഷം രൂപ കൊടുക്കണമെന്നുള്ളൊരിതുണ്ട്. അപ്പം ഓൾറെഡി ദർശനയ്ക്ക് സഹായിച്ചിട്ട് മുൻകൂട്ടി എല്ലാ പണവും സെറ്റിൽ ചെയ്തിട്ട് പേപ്പറൊക്കെ എഴുതി ഒപ്പിട്ട് പേപ്പറൊക്കെ ഉണ്ട്. ഞാൻ പൈസ കൊടുക്കാൻ പോകും. പൈസ കൊടുക്കാൻ ചെല്ലുമ്പോൾ അതിനകത്തൊരു ഒരു രൂപ കുറച്ചാണ് വെച്ചേക്കുന്നത് ഈ കമ്മീഷൻ പുറമെ. ഡോണിനുള്ള 9 ഉണ്ട്. പൈസയുടെ ഞാൻ ചെന്ന് വെച്ചു. അപ്പോൾ അവർ ക്യാമറയും പിടിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ ആരും ഒന്നും സമ്മതിക്കുന്നില്ല. ഇത് പൈസ കൊടുക്കാൻ പറ്റില്ല, നടത്തൂല, ഞങ്ങൾ ഇറങ്ങിപ്പോകും. പുള്ളിനെ വിളിച്ച് കാര്യം എന്നാൽ പിന്നെ നടക്കണ്ട, നീ ഇറങ്ങി വരാൻ പറ്റും. ഞാൻ നാളോട്ട് വേണ്ടിയിരുന്നു. എന്നിട്ട് ഞാൻ ഈ ചേച്ചിയെ വിളിച്ചു, ചേച്ചി ഒരു ചേച്ചിയുടെ ഇല്ലേ, അത് നിങ്ങൾ എന്താണ് ഇതിന് 50,000 രൂപയ്ക്ക് വേണ്ടി ഇതാക്കുന്നത്, ഞാൻ എങ്ങനെയും പറഞ്ഞ് മേടിച്ച് തരാമെന്ന് ഞാൻ പറഞ്ഞു. അവസാനം പറഞ്ഞ് വിളിച്ച് മെയിലും ഫോട്ടോ ഇട്ട് കൊടുത്തു. മറ്റേ തിലകൻ എന്ന് പറഞ്ഞ ആൾ കിടന്നിട്ട് ഭയങ്കര ഷോ ഒക്കെ കാണിച്ച് ഭയങ്കര പറ്റൂല, നടക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായി. അവസാനം പേഷ്യൻ്റെ കാര്യം വിളിച്ച് വരുത്തി. ആള് എന്നിട്ട് നമുക്ക് തരാൻ ഇപ്പം എൻ്റെ പൈസ ഇല്ല, പിന്നീട് നോക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചത്. അവസാനം 50 രൂപ തരാമെന്ന് പറഞ്ഞ് ഓക്കെ. സൂക്ഷ്മമായ നിയമ സംവിധാനത്തിലൂടെയാണ് രാജ്യത്ത് അവയവമാറ്റ സർജറികൾ നടക്കേണ്ടത്. അത്തരം സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് ഷാജിയെ പോലുള്ള ഇടനിലക്കാർ വിഹരിക്കുന്നതും. നിയമ സംവിധാനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി പണം കൈപ്പറ്റി വലിയ ഒരു മാഫിയ തന്നെ അവയവ കച്ചവടത്തിനായി കേരളത്തിൽ നിലനിൽക്കുന്നു. ഇതിന് ആശുപത്രികളും ഡോക്ടർമാരും ജീവനക്കാരും കൂട്ടുനിൽക്കുമ്പോൾ അട്ടിമറിക്കപ്പെടുന്നത് സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയുടെ വിശ്വാസ്യത കൂടിയാണ്. റാഫി കരീമിനൊപ്പം കൃഷ്ണപ്രിയ, ന്യൂസ് മലയാളം 24/7. ആരോഗ്യ സംരക്ഷണ പ്രതിജ്ഞ എടുത്തിട്ടുള്ള ചില ഡോക്ടർമാർ പോലും ഈ ക്രൂര കച്ചവട ശൃംഖലയുടെ ഭാഗമാണ് എന്നതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം. രാജ്യത്തെ ആരോഗ്യ നിയമങ്ങൾ പാലിക്കാൻ പ്രാഥമിക ബാധ്യതയുള്ള ഡോക്ടർമാർ അവയവ കച്ചവടത്തിലെ ഇടനിലക്കാരുടെ സഹായികളായി മാറുന്ന കാഴ്ചയും ഈ അന്വേഷണത്തിൽ ഞങ്ങൾ കണ്ടു. ചില ആശുപത്രികളുടെ മാനേജ്മെന്റ് തലത്തിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരും ഈ കച്ചവടത്തിന്റെ പങ്കുപറ്റുന്നതിന് തെളിവുകളുണ്ട്. ഇത് കൊച്ചി സ്വദേശിയായ അവയവ കച്ചവട ഇടനിലക്കാരൻ ഷിനോജ്. മെഡിക്കൽ ട്രസ്റ്റ് ലേക്ക് ഷോർ ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് ഷിനോജ് പ്രവർത്തിക്കുന്നത്. അരൂരിലുള്ള വീട്ടിൽ വെച്ച് ഷിനോജ് അവയവ ഇടനിലക്കാരും ആശുപത്രികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു.
അല്ല എബി എബ്രഹാമിനെ വീട്ടിൽ പോയി കാണും അങ്ങനെ കൊണ്ട് തോന്നും. ഷാജി വീട്ടിൽ പോയി കാണുന്നു. അങ്ങനെ ജമീനിൽ വീട് നമുക്കറിയില്ല. സക്കീർ ഭായ് എൻ്റെ വീട് കാസർഗോഡാണെന്നറിയാം എനിക്ക്. അതിനെക്കുറിച്ച് സക്കീർ ഭായ് പിന്നെ സക്കീർ ഭായ് രോഗികളെ കണക്ട് ചെയ്ത് തരാറില്ലേ? ഷാജിക്ക് കൊടുക്കാം. സക്കീർ രോഗികളെ ഷാജി കണക്ട് കൊടുക്കും. ഡോക്ടർമാരുടെ പങ്കെന്താണെന്ന് ഞങ്ങൾ ഏജന്റുമാരിൽ നിന്നും അറിഞ്ഞു. ഒരു ശസ്ത്രക്രിയയ്ക്ക് 1 ലക്ഷം രൂപ വീതം വാങ്ങിയിരുന്ന ഡോക്ടർമാരെക്കുറിച്ച് ശരത്ത് എന്ന ഇടനിലക്കാരൻ്റെ പ്രതികരണം കേൾക്കണം. AB ഡോക്ടറാണെങ്കിലും AB ഡോക്ടറിൻ്റെ ഒക്കെ സർജറിയുടെ സമയത്ത് ഒരു 1 ലക്ഷം രൂപയുടെ ഉണ്ടെന്ന് ഒരു കവർ പുള്ളിക്ക് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഡോക്ടർമാർക്ക് ഉണ്ട്, പക്ഷെ അവരൊന്നും പ്രത്യക്ഷത്തിൽ കാണിക്കില്ല. കാരണം നമ്മളൊരു മീഡിയേറ്റർ മാത്രമല്ല, നമുക്ക് അവിടെ ഒരു തസ്തികയൊന്നുമില്ല. എറണാകുളം സ്വദേശിയും ഇടനിലക്കാരനുമായ ഷൈന് പറയാനുള്ളത് ലേക്ക് ഷോർ ആശുപത്രിയിലെ പ്രൊജക്ട് ഡയറക്ടർ സക്കീറിനെ കുറിച്ച്. അവയവ കച്ചവടത്തിലെ വിലപേശലുകളെക്കുറിച്ചും ഞങ്ങൾ മനസ്സിലാക്കി. പുള്ളി എന്തോ ഹോസ്പിറ്റൽ ഇതല്ലേ ഡെവലപ്പറോ അങ്ങനെ എന്തോ ഒരു ഇതാണ്. പുള്ളിക്ക് കൊടുക്കാറുണ്ട്, കണക്ഷൻ കൊടുക്കാറുണ്ട്, രോഗികളെ കൊടുക്കാറുണ്ട്. പുള്ളിയുടെ അടുത്ത് വരുന്നത് ഇങ്ങോട്ട് പുള്ളിക്ക് വിളിച്ചിട്ട് ഇതാ ഇന്നൊക്കെ ഒരു പേഷ്യൻ്റ് കൊടുക്കും, ചെയ്തു കൊടുക്കണം നല്ലപോലെ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അറിവിൽ ചെയ്ത് വെച്ചിട്ട് ഒരു 3000 രൂപയുണ്ട് കാസർഗോഡുള്ള ടീം. അതൊക്കെ നിസ്സാര പൈസക്കാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞു പുള്ളി ഭയങ്കര ബാർഗെയിനിങ്ങാണ്. മാക്സിമം കുറച്ച് ചവിട്ടി പിടിച്ചിട്ടാണ് പുള്ളി റേറ്റ് പറയുന്നത്. ഈ പറഞ്ഞ ഹോസ്പിറ്റലിലെ സക്കീർ സാർ പുള്ളി തന്നെ റേറ്റൊക്കെ പറഞ്ഞ് മാക്സിമം സാധാരണ ഇപ്പോൾ ഒരു 15, 16, 17 കഴിഞ്ഞിട്ട് പറയുമ്പോൾ പുള്ളി അത് മാക്സിമം 14, 13 ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഇങ്ങനെ ആർഗ്യ ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കും. അതാണ് പുള്ളിയുടെ രീതി. പണം വാങ്ങാത്തവർക്ക് പാരിതോഷികങ്ങളാണ് നൽകുന്നതെന്ന് ഇടനിലക്കാരനായ ബിനോയ് വെളിപ്പെടുത്തുന്നു. ഓണത്തിന് അപ്പുറത്തും ഇപ്പുറത്തും, അതായത് TT ചെയ്യാനെടുത്തും അതുപോലെ DTP ചെയ്യാനെടുത്തും ഒക്കെ നമ്മള് ഓണത്തിനാണെങ്കിൽ വെജിറ്റേറിയൻ സദ്യ, ക്രിസ്മസിനാണെങ്കിൽ ചിക്കൻ ബിരിയാണി, അങ്ങനെ ഒരേ പരിപാടിക്കും നമ്മള് ഭക്ഷണം മേടിച്ചു കൊടുക്കും. അവരുടെ സെക്യൂരിറ്റി ഗാർഡാണെങ്കിൽ അവൻ സെക്യൂരിറ്റി ഗാർഡല്ല, സെക്യൂരിറ്റി ഓഫീസർ ഉണ്ടല്ലോ മെയിൻ, അവനാണെങ്കിൽ ചെറുതൊന്നും കഴിക്കില്ല. 3500, 4000 സാധനം പറ്റുള്ളൂ. കൊച്ചി സ്വദേശികളായ റിയാദും മജിയും അവയവ കച്ചവടം നടത്തുന്നത് മെഡിക്കൽ ട്രസ്റ്റ് കേന്ദ്രീകരിച്ചാണ്. റിയാദിന്റെ സഹായിയായി പ്രവർത്തിച്ച ധന്യയെ കണ്ട് സംസാരിച്ചപ്പോൾ മെഡിക്കൽ ട്രസ്റ്റിൽ ഏജന്റുമാർക്കും ദാതാക്കൾക്കുമായി ഡോക്ടർമാർ മാറ്റിവെക്കുന്ന സമയം രോഗികൾക്ക് പോലും ലഭിക്കുന്നില്ല എന്ന് വ്യക്തമായി. മെഡിക്കൽ ട്രസ്റ്റ് അവിടെ നമ്മൾ 9 മണി മുതൽ 9:30 വരെ ഡോണർമാരുടെ ടൈം. അതുവരെ പേഷ്യൻറ്റുകൾ നോക്കില്ല. മുഹമ്മദ് ബസാർ നോക്കില്ല, മാമൻ ഡോക്ടർ നോക്കില്ല. അവിടെ ആധാർ കാർഡ് വേണം, അത് മേടിച്ച് തന്നാൽ അവർ അത് നോക്കുന്ന സമയം 9:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബ ബാധ്യതകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവയവം വിൽക്കുന്നവരിൽ സ്ത്രീകളാണ് കൂടുതൽ. അവയവം നൽകിയതിനു ശേഷം കുടുംബത്തിനായി പണിയെടുക്കാൻ പുരുഷന്മാർക്ക് കഴിഞ്ഞില്ലെങ്കിലോ എന്ന ഭയം മൂലമാണ് സ്ത്രീകളെ അവയവം നൽകാൻ നിർബന്ധിക്കുന്നത്. അവയവം എടുത്തതിനു ശേഷമുള്ള തുടർ ചികിത്സകളെക്കുറിച്ചോ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചോ അറിയാതെയാണ് പലരും അവയവം നൽകാൻ തയ്യാറാകുന്നത്. റാഫി കരീമിനൊപ്പം കൃഷ്ണപ്രിയ, ന്യൂസ് മലയാളം 24/7. കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ മാഫിയ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലേക്കും വ്യാപിച്ചു പ്രവർത്തിക്കുന്നു. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്ന് അവയവ മാറ്റത്തിനായി രോഗികളെയും ദാതാക്കളെയും ഇടനിലക്കാർ ലേക്ക് ഷോറിലേക്ക് എത്തിക്കുന്നു. തമിഴ്നാട് സ്വദേശിയായ ഇടനിലക്കാരനെ പിന്തുടർന്ന ഞങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ ഈ ശൃംഖലയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ്. ഇത് സൗന്ദര്യരാജ്, ലേക്ക് ഷോർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇതര സംസ്ഥാന ഇടനിലക്കാരിൽ ഒരാൾ. 3 വർഷമായി സൗന്ദര്യരാജ് ലേക്ക് ഷോർ കേന്ദ്രീകരിച്ച് അവയവ കച്ചവടം ആരംഭിച്ചിട്ട്. സൗന്ദര്യരാജിനായി രോഗികളും അവയവദാതാക്കളും എത്തുന്നത് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ നിന്നാണ്. സൗന്ദര്യരാജിനൊപ്പമുള്ള 2 പേരും അവയവ വിൽപ്പനയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് ലേക്ക് ഷോറിൽ എത്തിയവരാണ്. ഇവർ അവയവം നൽകുന്നതിന് മുമ്പുള്ള പരിശോധനകൾക്കാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ആശുപത്രിയുടെ 3ാം നിലയിലുള്ള നെഫ്രോളജി വിഭാഗത്തിലായിരുന്നു ഇവർ കൂടുതൽ സമയവും.
സൗന്ദരരാജിനെ പിന്തുടർന്ന് ആശുപത്രിയിൽ നിന്നിറങ്ങി ഞങ്ങളെത്തിയത് ലേക്ക് ഷോറിന് സമീപത്തുള്ള ലോഡ്ജിലാണ്. സൗന്ദരരാജിന്റെ മുറിയിലെത്തിയ ഞങ്ങൾക്ക് ലഭിച്ചത് 3 വർഷത്തിനിടെ ലേക്ക് ഷോറിൽ അവയവദാനത്തിനെത്തിയ 89 പേരുടെ രേഖകളും വിവരങ്ങളുമാണ്. ലേക്ക് ഷോർ ആശുപത്രിയുടെ സീലും സൗന്ദരരാജിന്റെ പക്കൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചു. സൗന്ദരരാജിനോട് ഞങ്ങൾ സംസാരിച്ചു. ஹாஸ்பிட்டல் தெரிஞ்சு தான் நான் பண்ணுறேன். வர போக தெரியும் சார். வந்து பேஷண்ட்டுக்கு வந்து அவங்க செக்கப் போட்டு இந்த மாதிரி டோனர்னா செக்கப் எழுதி கொடுப்பேன். டாக்டர் பார்த்துட்டு எழுதி கொடுப்பாங்க, அவ்வளோதான். அபிசார் தான் எழுதி கொடுப்பாரு. அவங்க டேரெக்டாக நான் போக மாட்டேன். அவங்க யார் பேஷண்ட்டோ அவங்க தான் போவாங்க. ലേക്ക് ഷോർ ആശുപത്രിയിലെ ട്രാൻസ്പ്ലാന്റേഷൻ കോർഡിനേറ്ററായ അപർണയെ ഞങ്ങളുടെ മുന്നിലിരുന്ന് തന്നെ അയാൾ വിളിച്ചു. மேம் மேம் இவங்க அந்த இந்திராணி இருக்காங்க இல்லையா, 5 டாக்டர் பார்த்தாச்சு. வேறு என்ன பண்ணணும் மேம்? இன்றைக்கி ஊருக்கு போகிறாங்க மேம். அவங்க அடுத்த வாரம் தாங்க மேம் வருவாங்க. ஆமாங்க மேம். என்கிட்ட எதுவும் இல்லை மேம். எதுவும் இல்லை மேம். சரி மேம். டாக்டரை பார்க்கல, பார்த்துட்டு தானே நம்ம பேப்பர் வாங்கணும் இல்லைங்களா? എല്ലാ ഡാക്ടറും മുടിച്ചൊരുപാട് പേപ്പർ വാങ്ങണം ഇല്ല മാം. അവയവം വിൽക്കാനെത്തിയ തമിഴ്നാട് സ്വദേശികളോടും ഞങ്ങൾ സംസാരിച്ചു. തങ്ങളുടെ ഏത് അവയവമാണ് വിൽക്കാൻ പോകുന്നതെന്ന ധാരണ അവർക്കുണ്ടായിരുന്നില്ല. പണം ലഭിക്കുമെന്ന് മാത്രമാണ് അവർക്ക് അറിയാവുന്നത്. 30 ലക്ഷം രൂപ രോഗികളിൽ നിന്ന് വാങ്ങുന്ന ഇടനിലക്കാർ അവയവദാതാക്കൾക്ക് നൽകുന്നത് 4 മുതൽ 7 ലക്ഷം വരെയാണ്. தெரிஞ்சவங்க கிட்ட பேசிகிட்டு இருந்தோம். அந்த மாதிரி கடன் பிரச்சனை இருக்குது, என்ன பண்ணலாம் ஏது பண்ணலான்னு கேட்டுட்டு இருந்தோம். அதனால் அவங்க வந்து பக்கத்தில் இருக்கிறவங்க சொல்லியிருந்தாங்க, இந்த மாதிரி அவர்கிட்ட போனீங்கன்னா அவங்க எதாக இருந்தாலும் பார்ப்பாங்க அப்படின்னு. ஆனால் அவர் பேர் என்னன்னு தெரியாது. அவர் வந்து பேசிட்டு போனார், இந்த மாதிரி ஆள் இருக்குமா, வேணால் பண்ணுறேன்னா பண்ணுங்கள், நீங்கள் வேணால் அந்த பணம் வாங்கி கூட கடன் கட்டிக்கலாம், ஒன்றும் பிரச்சனை இல்லை அப்படின்னாங்க. அது மட்டும்தான் தெரியும். அவர் யாருன்னே சத்தியமால எங்களுக்கு தெரியாதுங்கண்ணா. எனக்கு தெரிஞ்சது இவங்க மட்டும்தான் தெரியும், வேறு யாரும் எனக்கு தெரியாது. ஆனால் இவங்களுக்கு ஏதாவது அவங்க பழக்கமாக என்னமோ அது தெரியாது. கடன் பிரச்சனைக்கு கடை கொடுத்தோம். கடன் 3 லட்ச ரூபா கடன் இருக்குது. எல்லாம் வெளியே கந்து வெட்டிக்கு வாங்கி എല്ലാം പണം വാങ്ങി എല്ലാം ലാക്കായിച്ചു. തമിഴ്നാട്ടിലെ വിദൂര ഗ്രാമങ്ങളിൽ കടക്കണിയിൽപ്പെടുന്ന മനുഷ്യരെ 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്ത് ലേക്ക് ഷോറിലേക്ക് എത്തിക്കാൻ സൗന്ദര്യരാജിനെ പോലുള്ള ഇടനിലക്കാരെ നിർത്തിയിരിക്കുന്നുവെന്നാണ് ഈ തെളിവുകൾ സൂചിപ്പിക്കുന്നത്. ദക്ഷിണേന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു കച്ചവട റാക്കറ്റിന്റെ സാന്നിധ്യമാണ് ഇവിടെ വ്യക്തമാകുന്നത്. ക്യാമറ പേഴ്സൺ അക്ഷയ് VS-നും വിഷ്ണു അജയനുമൊപ്പം റാഫി കരീം, കൃഷ്ണപ്രിയ, ന്യൂസ് മലയാളം 24/7. അവയവ കച്ചവടത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ സ്ത്രീകളാണ്. അവയവദാനത്തിന് ശേഷം തൊഴിലെടുക്കാൻ പുരുഷന്മാർക്ക് കഴിയില്ലെന്ന ഭീതി മൂലം സ്ത്രീകളാണ് അവയവദാനത്തിനായി നിർബന്ധിക്കപ്പെടുന്നത്. അവയവം എടുത്തതിന് ശേഷമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചോ തുടർ പരിശോധനകളെക്കുറിച്ചോ അറിയാതെയാണ് ഇവർ അവയവം നൽകുന്നത്. കളമശ്ശേരി സ്വദേശിനിയായ ബിജുമോൾക്ക് പറയാനുള്ളത് സ്വന്തം ജീവിതം തകർത്ത അവയവ കച്ചവടത്തെക്കുറിച്ചാണ്. ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാൻ വീട്ടിലേക്ക് പോകും. ചേച്ചിയുടെ എന്ത് അവയവമാണ് ഡൊണേറ്റ് ചെയ്തത്? ലിവർ. എന്നായിരുന്നു ഡൊണേഷൻ നടന്നത്? ഒരു 3 വർഷത്തോളമായി. 3 വർഷത്തോളം. ഏത് ആശുപത്രിയിലായിരുന്നു? ലേക്ക് ഷോറിൽ. ലേക്ക് ഷോറിൽ. ചേച്ചി എന്തിനു വേണ്ടിയായി അവയവം ഡൊണേറ്റ് ചെയ്തത്? എനിക്ക് മോളെ കല്യാണം കഴിച്ചതിൻ്റെ കടം ഉണ്ടായിരുന്നു, അത് കൊടുക്കാൻ വേണ്ടി. കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തായിരുന്നു ഇവർ ചേച്ചിക്ക് തന്ന വാഗ്ദാനം? അവരെനിക്ക് 12 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് ഇത് ചെയ്താൽ, അപ്പോൾ എൻ്റെ കടങ്ങളൊക്കെ വീട്ടാന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ചു. ആരായിരുന്നു ചേച്ചിയെ ഈ ഒരു ഡൊണേഷനിലേക്ക് എത്തിച്ചതും പിന്നീട് അവിടെ നടന്ന കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? അവിടെ ഷാജി എന്ന് പറയുന്ന ആളാണ് കൊണ്ടുപോയത്, അത് വിളിച്ച് പറഞ്ഞതൊക്കെ. പിന്നെ ഷാജിയുടെ കൂടെ ഷൈൻ എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടായിരുന്നു, ആ കൊച്ചാണ് ഇതിനൊക്കെ ഹോസ്പിറ്റലൊക്കെ എന്നെ കൊണ്ടുനടന്നതൊക്കെ അവനായിരുന്നു. ഈ ഷാജി ചേച്ചിയുടെ അടുത്ത് ഈ അവയവത്തിന് വേണ്ടി വന്നു, ചേച്ചിക്ക് ഇത്ര പൈസ തരാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തത് ഷാജിയും ഷൈനും കൂടി. ഈ ആശുപത്രിയിലെത്തി ഡൊണേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോയി ഡോക്ടർക്ക് മറ്റാളുകൾക്കും ഈ അവയവം ചേച്ചി ഡൊണേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് പൈസക്ക് വേണ്ടിയാണ് എന്ന് അവർക്കറിയാമോ? അവർക്കറിയാം, അവരറിഞ്ഞോണ്ടാണ് ഹോസ്പിറ്റലിൽ ഇത് ചെയ്തത്. ഈ ഷാജിയും ഈ ഡോക്ടറും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? അവിടെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ ചെയ്യണുണ്ട്,
അപ്പോൾ ഡോക്ടർക്ക് പൈസ കൊടുക്കണതായിട്ട് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട്. ഈ ഡോക്ടറും ഷാജിയും തമ്മിലുള്ള കണക്ഷൻ്റെ പുറത്താണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അതെ. ചേച്ചി ഇത് നിയമവിരുദ്ധമാണെന്ന് ചേച്ചിക്ക് അറിയാമായിരുന്നോ? ഇല്ല. അവർ ചേച്ചി അടുത്ത് എന്തായിരുന്നു അതിനെക്കുറിച്ച് പറഞ്ഞു തന്നത്? അതേക്കുറിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും ചെയ്യാമെന്ന് പറഞ്ഞ്. പിന്നെ അവരെല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്ത്, അവർ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഞാനവിടെ പറയുകയും ചെയ്യുകയും ചെയ്തത്. അവർ പറഞ്ഞു തന്നതൊക്കെ ഞാൻ ചെയ്ത്. ആർക്ക് ചേച്ചി അഭയം കൊടുത്തതെന്ന് അറിയാമോ? ഒരു മലപ്പുറത്തുള്ള ഒരു 8 വയസ്സുള്ളൊരു കൊച്ചിന്. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു രീതി എന്തായിരുന്നു? ആദ്യം കിഡ്നി കൊടുക്കാമെന്നും പറഞ്ഞാൽ പോയത്. അപ്പോൾ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലായിരുന്നു വിളിപ്പിച്ചത്. അവിടെ ചെന്നപ്പോൾ കിഡ്നി ഒരെണ്ണം ചുരുക്കിയ കാരണം എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ലിവറിൻ്റെ വിളിച്ച്, അപ്പോൾ വോളിയം കുറവാണെന്ന് പറഞ്ഞ് അത് ശരിയാകില്ലെന്ന് പറഞ്ഞ് അങ്ങനെ പോയതെന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഒരു 8 വയസ്സുള്ളൊരു കൊച്ചിന് പറ്റും, അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് ആ കൊച്ചിന് ശരിയാകും, അതുകൊണ്ട് എന്നെ വിളിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ആ ചേട്ടൻ വീണ്ടും വിളിച്ച് ഷാജി. അങ്ങനെയാണ് ഞാൻ പിന്നെ പോയത്. എന്താണ് ഈ കമ്മിറ്റികൾക്ക് മുമ്പിൽ പറയാൻ അവർ ചേച്ചി പഠിപ്പിച്ചത്? അത് ഈ ഞാൻ കൊടുത്ത പേഷ്യൻ്റ് ഞാൻ അവിടെ മലപ്പുറത്ത് ജോലിക്ക് പോയിട്ട് അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ട എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഫ്രണ്ടിൻ്റെ മോൾക്ക് കൊടുക്കുന്നതാണെന്നാണ് അവിടെ പറയാൻ പറഞ്ഞത്. എപ്പോഴും ഈ പണം ചേച്ചി കൈമാറിയത്? എനിക്ക് സർജറിക്ക് കയറണം, രാവിലെ 9 മണിക്ക് കയറണം, അതിന് മുമ്പായിട്ട് പൈസ കൊണ്ടെത്തന്നു. ചേച്ചി സർജറിക്ക് ശേഷം മറ്റു ആശുപത്രി ചെലവുകളൊക്കെ ആരെ തന്നെ നോക്കിയത്? ഡിസ്ചാർജ് ആകുന്നവരെ അവരാ ചെയ്തത്, പിന്നെ പേഷ്യൻറ്റിൻ്റെ ആൾക്കാർ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും വന്നാൽ ഞാൻ തന്നെ പൈസ കൊടുക്കണം, അവരാരും നോക്കാറൊന്നുമില്ല. പിന്നെയുള്ള പരിശോധനകളൊക്കെ ചേച്ചി ഞാൻ സ്വന്തമായിട്ടായത്. ചേച്ചിക്ക് ഇപ്പോൾ ഈ ഡൊണേഷന് ശേഷമുള്ള ചേച്ചിയുടെ ആരോഗ്യാവസ്ഥ എന്താണ്? ഭയങ്കര മോശമാണ്, ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ട്, ജോലി ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചേച്ചിയുടെ ഇപ്പോഴത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ്? എനിക്കിപ്പോൾ എപ്പോഴും അസുഖങ്ങളാണ്. ജോലി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ സർജറി ചെയ്ത ഭാഗം ഇങ്ങനെ ബൾജ് ചെയ്ത് വരും. പിന്നെ കുറേ ദിവസത്തേക്ക് ഭയങ്കര വേദനയൊക്കെ ഇരിക്കും, അസ്വസ്ഥതകളും എല്ലാം ഉണ്ട്. ഒരു ജോലിയും ചെയ്യാൻ പാടില്ല, പെട്ടെന്ന് വയറിലൊക്കെ നീരാവും. ഭാരമുള്ള ജോലിയൊക്കെ ചെയ്യുമ്പോൾ വയറിലൊക്കെ നീര് വന്നിട്ട് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. പണം ഉപയോഗിച്ച് കടമൊക്കെ തീർക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റിയില്ല. ഇപ്പോഴും വാടകയൊക്കെ താമസിക്കും. ഇല്ല. വൻകിട ആശുപത്രികളും ഇടനിലക്കാരും ഡോക്ടർമാരും സർക്കാർ സംവിധാനങ്ങളും പങ്കാളികളായ അവയവ കച്ചവട ശൃംഖലയെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങളാണ് ന്യൂസ് മലയാളം 24/7 പുറത്തുവിട്ടത്. ഇടനിലക്കാരനെ പിന്തുടർന്ന് ന്യൂസ് മലയാളം ടീം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ദക്ഷിണേന്ത്യയിലാകെ വ്യാപിച്ചു കിടക്കുന്ന അവയവ കച്ചവട മാഫിയയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അവയവ വിൽപ്പന സംസ്ഥാനത്തെ മലയോര തീരദേശ ഗ്രാമങ്ങളിൽ നിന്നും ദരിദ്രരെ എത്തിച്ചാണ് നടത്തുന്നതെന്നും ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള രോഗികളെ സംസ്ഥാനത്തെ കുടുംബങ്ങളിലെ അംഗങ്ങളാക്കിയാണ് ആ തട്ടിപ്പ് നടത്തുന്നത്. ശസ്ത്രക്രിയകൾ ഏജന്റുമാർ വഴി ആശുപത്രികളുടെ സഹായത്തോടെ ഡോക്ടർമാരുടെ ഒത്താശയോടെയാണ് നടക്കുന്നത്. ഡോണർമാരുടെ തുടർ ചികിത്സയും ആരോഗ്യവും പലപ്പോഴും പ്രതിസന്ധിയിലാകുന്ന കാഴ്ചകൾ ഞങ്ങളുടെ ക്യാമറ കണ്ടു. അവയവ മാറ്റം നടത്തുന്നതിൽ അധികവും സ്ത്രീകളാണെന്നും കണ്ടെത്തി. കുടുംബത്തിന്റെ ബാധ്യത തീർക്കാൻ സ്ത്രീകൾ അവയവം വിൽക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പണം പുരുഷന്മാർ ഉപയോഗിക്കുന്നു. കേരളത്തിൽ നടക്കുന്ന അവയവ മാറ്റങ്ങൾ പകുതിയും നിയമവിരുദ്ധം എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലാണ് ഞങ്ങൾ നടത്തിയിരിക്കുന്നത്. അവയവ മാഫിയ
കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും നടക്കുന്നത്. അവയവ കച്ചവടത്തിന് കൊച്ചിയിൽ മാത്രമുള്ളത് 20 ഇടനിലക്കാർ. 1000 കോടിയോളം രൂപയുടെ അവയവ കച്ചവടം. കിഡ്നിക്കും കരളിനും 15 മുതൽ 30 ലക്ഷം രൂപ വരെ വില. അവയവച്ചന്തയിലെ വിലയാണിത്. നിയമ സംവിധാനങ്ങളെ പരസ്യമായും രഹസ്യമായും വെല്ലുവിളിക്കുന്ന അവയവ മാഫിയ പൊതുസമൂഹത്തിനാകെ വെല്ലുവിളിയാകുമ്പോൾ സർക്കാർ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഈ നിമിഷം വരെ. ഇനിയും അത് തുടരാൻ ആകില്ല. വിശദാംശങ്ങളുമായി ഈ അന്വേഷണം നടത്തിയ ഞങ്ങളുടെ റിപ്പോർട്ടർമാരായ മുഹമ്മദ് റാഫി കരീമും കൃഷ്ണപ്രിയയും ഇപ്പോൾ തത്സമയം ചേരുകയാണ്. ആദ്യം മുഹമ്മദ് റാഫിയിലേക്ക്. റാഫി, ഇതിനോടകം തന്നെ അവയവ കച്ചവടം സംബന്ധിച്ച നിരവധി വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം മഞ്ഞുമലയുടെ അറ്റം മാത്രമായിരുന്നു എന്ന് തെളിയിക്കുന്ന സമഗ്രമായ ഒരു അന്വേഷണ റിപ്പോർട്ടാണ് നിങ്ങൾ രണ്ടുപേരും ചേർന്നിപ്പോൾ കേരള സമൂഹത്തിന് മുന്നിലേക്ക് വച്ചിരിക്കുന്നത്. എവിടെ നിന്നാണ് ഈ അന്വേഷണത്തിൻ്റെ തുടക്കം? എത്രത്തോളം ആഴത്തിൽ വേരാഴ്ത്തിയിട്ടുണ്ട് കേരളത്തിൽ അവയവ കച്ചവട മാഫിയ? ലക്ഷ്മി, 3 മാസങ്ങൾക്ക് മുൻപ് ഒരു അവയവദാതാവിൽ നിന്നാണ് ഈ അന്വേഷണത്തിന് ഞാൻ തുടക്കമിട്ടത്. ഞങ്ങളുടെ അന്വേഷണം അവിടെ നിന്ന് നീണ്ടുപോയത് ദക്ഷിണേന്ത്യയിലാകെ വ്യാപിച്ചു കിടക്കുന്ന ഒരു അവയവ കച്ചവട ശൃംഖലയിലേക്കായിരുന്നു. ഒരു ദാതാവിൽ നിന്ന് മറ്റൊരു ഏജൻറ്റിലേക്കും, ഒരു ഏജൻറ്റിൽ നിന്ന് 20ഓളം അവയവദാതാക്കളിലേക്കും, ആ അവയവദാതാക്കളിൽ നിന്ന് 20ഓളം ഏജൻറ്റിലേക്കും, 200ഓളം അവയവദാതാക്കളിലേക്കും ഈ അന്വേഷണം നീണ്ടുപോയിട്ടുണ്ട്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി 120 അവയവദാതാക്കളുടെ രേഖകളാണ് ഞങ്ങൾ പരിശോധിച്ചത്. 25ഓളം അവയവദാതാക്കളെ ഞങ്ങൾ നേരിൽ കണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അന്വേഷണത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ തന്നെ 6 ജില്ലകളിൽ നേരിട്ടെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. 15ഓളം ഏജൻറ്റുമാരുമായി ഞങ്ങൾ സംസാരിച്ചു. ഒപ്പം ഡോക്ടർമാരുമായും ഈ മേഖലയിലെ വിദഗ്ധരുമായുമെല്ലാം സംസാരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു അന്വേഷണ റിപ്പോർട്ട് ഇന്ന് കേരളത്തിലെ സമൂഹത്തിന് മുന്നിലേക്ക് നമ്മൾ വച്ചിരിക്കുന്നത്. ആ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനോടകം തന്നെ ഈ സ്ക്രീനുകളിൽ തെളിഞ്ഞതുപോലെ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും കർണാടകയിലും ആകെ വ്യാപിച്ചു കിടക്കുന്ന അവയവ കച്ചവട റാക്കറ്റിൻ്റെ കേന്ദ്രം കൊച്ചിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. 3 ആശുപത്രികളിലായി 20 ഏജന്റുമാർ കഴിഞ്ഞ കാലത്തിൽ നടത്തിയിരിക്കുന്നത് 1000-ലധികം അവയവ കച്ചവടങ്ങളാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ശൃംഖലയിൽ ഡോക്ടർമാർക്കും ഒപ്പം തന്നെ ആശുപത്രി ജീവനക്കാർക്കും ആശുപത്രിയുടെ മാനേജ്മെൻറ്റ് തലത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട് എന്നുള്ളതും ഈ ഏജൻറ്റുമാരുടെയും ഒപ്പം തന്നെ അവയവദാതാക്കളുടെയും പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ നിലയിൽ അത്രമേൽ വ്യാപിച്ചു കിടക്കുന്ന, അത്രമേൽ വ്യാപ്തിയുള്ള ഒരു ശൃംഖലയാണ് ഈ അവയവ കച്ചവടത്തിന് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ ഒരു ഏജന്റിൽ നിന്ന് മാത്രം നമുക്ക് ലഭിച്ചത് 100ഓളം വരുന്ന അവയവദാതാക്കളുടെ വിവരങ്ങളാണ്. ആ ഒരു ഏജന്റ് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ 10ഓളം ഏജന്റുമാർ കേരളത്തിന് പുറത്തുനിന്ന് കൊച്ചിയിലെത്തി ഈ അവയവ കച്ചവടത്തിലെ പങ്കാളികളാകുന്നു എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് റാഫി, ഈ അവയവ മാറ്റത്തിന് ഒരു സർക്കാർ സംവിധാനം ഉണ്ടല്ലോ, കേസോട്ടോ. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ടിരുന്നോ? ഈ കളികൾ വല്ലതും അവരറിയുന്നുണ്ടോ? കേരളത്തിലെ അവയവമാറ്റത്തിൻ്റെ നോഡൽ ഏജൻസിയാണ് കേസോട്ടോ എന്നുള്ളത്. മൃതസഞ്ജീവനി അടക്കമുള്ള അവയവദാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പദ്ധതികളെല്ലാം തന്നെ കേസോട്ടോയുടെ കീഴിലാണുള്ളത്. ആരോഗ്യമന്ത്രിക്ക് കീഴിൽ വരുന്ന കേസോട്ടോ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും അറിയുന്നില്ല എന്നുള്ളതാണ് ഈ അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി കേസോട്ടോയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഞങ്ങൾ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ നിന്ന് ഈ ഔദ്യോഗിക വെബ്സൈറ്റിൽ കൊടുത്തിരുന്ന കണക്കുകളെല്ലാം തന്നെ തെറ്റാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും പിന്നീട് കേസോട്ടോയിലെ ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ട് ഇത് ബോധിപ്പിക്കുകയും ഈ കണക്കുകൾ അവർ തിരുത്തിയിടുകയും ചെയ്തിരുന്നു. അപ്പോഴും വ്യക്തമായൊരു കണക്കുകളായിരുന്നില്ല കേസോട്ടോ പബ്ലിഷ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ഓരോ മാസവും ഓരോ ആശുപത്രികളും അവയവദാനം സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ കേസോട്ടോക്ക് നൽകണമെന്നുള്ളതാണ് ഈ സർക്കാർ നയം. എന്നാൽ ഈ ആശുപത്രികൾ ഇത്തരത്തിൽ അവയവദാനം സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ നൽകുന്നില്ല എന്നുള്ളതായിരുന്നു കേസോട്ടോയിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട
മറ്റൊരു കാര്യമുള്ളത്, കോവിഡിന് ശേഷം അവയവദാനത്തിൻ്റെ എണ്ണം വർദ്ധിച്ചതാണ്. കോവിഡ് തീർത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം 2020 ശേഷം 2021-ലും 2022-ലും 2023-ലും ഇതുവരെയും അവയവദാനത്തിൻ്റെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ കണക്കുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. റാഫി, കുറച്ച് കാര്യങ്ങൾ കൂടി റാഫിയിൽ നിന്ന് ചോദിച്ചറിയാനുണ്ട്. ഉറപ്പായും കേൾക്കേണ്ടുന്ന ചില കാര്യങ്ങൾ. കൃഷ്ണപ്രിയയിലേക്ക് പോയാൽ, കൃഷ്ണപ്രിയ, സഹജീവിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് മനുഷ്യസാധ്യമായ ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയായാണ് ആരോഗ്യ കേരളം അവയവദാനത്തെ കാണുന്നത്. ഇപ്പോൾ ഈ നമുക്ക് മുന്നിൽ നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്ത അവയവദാനങ്ങളൊക്കെ എങ്ങനെയാണ് നിയമലംഘനമായി മാറിയിരിക്കുന്നത്? എന്തൊക്കെ നിയമങ്ങളാണ് അവർ ലംഘിച്ചിരിക്കുന്നത്? അവയവദാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന നിയമം എന്താണ്? ലക്ഷ്മി, അവയവദാന നിയമ സംവിധാനങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മൾ അവയവദാനത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് 2 തരത്തിലുള്ള അവയവദാനങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഉദാഹരണത്തിന് വൃക്ക, കരൾ പോലെയുള്ള അവയവങ്ങൾ അത് ജീവിച്ചിരിക്കുന്നവർക്ക് ദാനം ചെയ്യാവുന്നതാണ്. എന്നാൽ ഹൃദയം, കണ്ണ്, പാൻക്രിയാസ്, ശ്വാസകോശം തുടങ്ങിയ അവയവങ്ങൾ അത് മരണാനന്തരം മാത്രമാണ് ദാനം ചെയ്യാൻ കഴിയുക. ഇനി നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 1994 നിലവിൽ വന്ന ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട്, അതാണ് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള അവയവ ദാനത്തെ സംബന്ധിച്ചുള്ള നിയമം. ഇത് പ്രകാരം അടുത്ത ബന്ധുക്കൾക്ക്, അതായത് രക്തബന്ധമുള്ള അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ തുടങ്ങിയവർക്ക് അതിവേഗം ദാനം ചെയ്യാൻ കഴിയും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇത്തരം അവയവദാനങ്ങൾ സാധ്യമാകാത്ത സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ചില വ്യവസ്ഥകൾക്ക് വിധേയമായി മാത്രം ദാനം ചെയ്യാൻ കഴിയുന്നതാണ്. അത്തരത്തിലുള്ളവർ സ്വീകർത്താവ്, ദാതാവിൻ്റെ ബന്ധുക്കൾ എന്നിവർ ഓതറൈസേഷൻ കമ്മിറ്റി മുൻപാകെ ഹാജരായി അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് അനുമതി നേടണം. ഈ ഓതറൈസേഷൻ കമ്മിറ്റി പ്രധാനമായും പരിശോധിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ അവയവമാറ്റം ഇത് ഏതെങ്കിലും തരത്തിലുള്ള പാരിതോഷികം കൈപ്പറ്റിയാണോ നടക്കുന്നത് എന്നാണ്. അത്തരത്തിൽ പാരിതോഷികം കൈപ്പറ്റി നടത്തുന്ന അവയവദാന ശസ്ത്രക്രിയകളെല്ലാം ശിക്ഷാർഹമാണ്. അത് രാജ്യത്ത് നിരോധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓതറൈസേഷൻ കമ്മിറ്റി പ്രഥമമായി പരിശോധിക്കുന്നത് ഇത്തരത്തിലുള്ള നിയമലംഘനം അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ രക്തബന്ധമല്ലാത്തതുകൊണ്ട് ഈ ദാതാവും സ്വീകർത്താവും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ദാതാവ് ഇത്തരത്തിൽ അവയവം ദാനം ചെയ്യുന്നു എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇതെല്ലാം ഓതറൈസേഷൻ കമ്മിറ്റി മുഖാന്തരമാണ് പരിശോധിക്കുന്നത്. ഇതിനായി പ്രത്യേകിച്ച് ദാതാവിൻ്റെ പല രേഖകൾ ആവശ്യമാണ്. ഇത് ഹോസ്പിറ്റൽ വഴിയാണ്, ആശുപത്രികൾ വഴിയാണ് മെഡിക്കൽ കൗൺസിലുകളിലേക്ക് അല്ലെങ്കിൽ ഓതറൈസേഷൻ കമ്മിറ്റിയിലേക്ക് എത്തുന്നത്. അതിൽ ഉൾപ്പെടുന്നതാണ് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾ. ചില അടിയന്തര സാഹചര്യങ്ങൾ തഹസിൽദാർ നേരിട്ട് സർട്ടിഫിക്കറ്റുകൾ നൽകും. അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ്, പിന്നെ ഈ ദാതാവ് താമസിക്കുന്ന അല്ലെങ്കിൽ ദാതാവ് ഏത് മണ്ഡലത്തിലെ താമസക്കാരനാണ് എന്നത് അടിസ്ഥാനമാക്കി ആ മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി സാക്ഷ്യപ്പെടുത്തിയ ഒരു സാക്ഷ്യപത്രം, ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു നോട്ടറി ഒപ്പുവെച്ചിട്ടുള്ള ഒരു രേഖ, ഇതെല്ലാമാണ് മെഡിക്കൽ കൗൺസിൽ പരിശോധിക്കുക. ഇത് ഉറപ്പുവരുത്തി ഇത് പരിശോധിച്ചതിന് ശേഷം അവയവദാനത്തിന് അനുമതി നൽകുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം മാത്രമായിരിക്കും ശസ്ത്രക്രിയ നടക്കുന്നത്. എന്നാൽ നമ്മളിപ്പോൾ കണ്ടത് പ്രകാരം ഇവിടെ നടന്നിട്ടുള്ള അവയവമാറ്റ ശസ്ത്രക്രിയകൾ ഏറെയും, അല്ലെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നടന്ന ശസ്ത്രക്രിയകൾ ഏറെയും നിയമവിരുദ്ധമായി, അതായത് പണം കൈപ്പറ്റി മാത്രമാണ് അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ളത്. അതിൽ തന്നെ ദരിദ്രരെയും അതിൽ സ്ത്രീകളെയും വളരെയധികം ചൂഷണം ചെയ്യുന്ന രീതിയിൽ അവരുടെ ദാരിദ്ര്യവും സാമ്പത്തിക പ്രതിസന്ധിയും മുതലെടുത്തുകൊണ്ട് ഏജന്റുമാർ സ്വൈര്യവിഹാരം നടത്തി പറ്റിക്കുന്ന അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. സർക്കാർ സംവിധാനങ്ങളെയും അതുപോലെയുള്ള സംവിധാനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഏജന്റുമാരുടെ ഒരു പ്രവർത്തനം നടക്കുന്നത്. കൃഷ്ണപ്രിയ, ഇപ്പോൾ ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ് അത് മാത്രമാണോ? ഇപ്പോൾ എനിക്കോ കൃഷ്ണപ്രിയയ്ക്കോ അവയവം കൊടുക്കണമെങ്കിൽ, ആർക്കെങ്കിലും ആരെടുത്തുന്നെങ്കിലും സ്വീകരിക്കണമെങ്കിൽ നമ്മൾ കടന്നു പോകേണ്ട പ്രൊസീജിയേഴ്സ് വളരെ കൃത്യമായി പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ അതെങ്ങനെയാണ്? ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദാതാവ് എങ്ങനെയാണ് ഈ സ്വീകർത്താവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അതിനെ അടിസ്ഥാനമാക്കിയാണ് ഇതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം ദാതാവിൻ്റെ വരുമാന സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സാക്ഷ്യപത്രം, നേരത്തെ പറഞ്ഞതുപോലെ തഹസിൽദാരുടെ സാക്ഷ്യപത്രം, ജനപ്രതിനിധികളുടെ സാക്ഷ്യപത്രം തുടങ്ങിയവയെല്ലാം നോട്ടറി വഴി ഒപ്പുവെച്ച് ഇത് ഹോസ്പിറ്റലുകൾ, ആശുപത്രികൾ, മെഡിക്കൽ കൗൺസിലുകളിലേക്ക് കൈമാറേണ്ടതുണ്ട്. ഈ കൗൺസിലുകൾ ഇതെല്ലാം പരിശോധിച്ച്
ഉറപ്പുവരുത്തിയ ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ശസ്ത്രക്രിയയ്ക്ക് അനുമതി നൽകുക. അതുപോലെ തന്നെ പോലീസ് വെരിഫിക്കേഷനും ഇത്തരത്തിലുള്ള അവയവമാറ്റ ശസ്ത്രക്രിയകൾക്ക് ആവശ്യമാണ്. എന്നാൽ സമീപകാലത്തായി ഈ പോലീസ് വെരിഫിക്കേഷനിൽ ചെറിയ രീതിയിലുള്ള ഒരു തടസ്സം നേരിടുന്നു എന്നും നമ്മൾ ഈ ഒരു അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏജന്റുമാർക്ക് വളരെയധികം എളുപ്പത്തിൽ ഇത്തരം ആളുകളെ അല്ലെങ്കിൽ ദരിദ്രരെ പറ്റിച്ചുകൊണ്ട് കബളിപ്പിച്ചുകൊണ്ട് അവയവമാറ്റ കച്ചവടം ഇതൊരു കച്ചവടത്തിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. വലിയ ഉന്നതർ ഉൾപ്പെട്ട ഒരുപക്ഷെ ഈ ആശുപത്രികളുടെ ഉടമകളെയൊക്കെ കേരളത്തിൽ എല്ലാവർക്കും അറിയാം. വളരെ ഉന്നതരായിട്ടുള്ള ആളുകളുടെ ഉടമസ്ഥതയിലുള്ള ആശുപത്രികൾ കേന്ദ്രങ്ങളായി അവയവ കച്ചവടം നടക്കുമ്പോൾ റാഫിയും കൃഷ്ണപ്രിയയും ഈ അന്വേഷണം നടത്തുമ്പോൾ ഉറപ്പായും അവരൊക്കെ അറിഞ്ഞു കാണും ഇതുമായി ബന്ധപ്പെട്ട്. ഈ മാഫിയയുടെ ഭാഗത്ത് നിന്ന് നിങ്ങളെ സ്വാധീനിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും സമ്മർദ്ദങ്ങളോ ഭീഷണിയോ ഈ അന്വേഷണ ഘട്ടത്തിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ലക്ഷ്മി, ഈ അന്വേഷണവുമായി മുന്നോട്ട് പോയപ്പോൾ ഭീഷണികളായിരുന്നു പ്രധാനമായും ഞങ്ങൾ നേരിടേണ്ടി വന്നിരുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണം വളരെ രഹസ്യമായിട്ടായിരുന്നു ഞങ്ങൾ ആരംഭിച്ചത്. അവയവദാതാക്കളെ നേരിൽ കാണുകയും ഏജന്റുമാരെ പിന്തുടരുകയും ചെയ്തിരുന്നത് ആദ്യഘട്ടത്തിൽ വളരെ രഹസ്യമായിട്ടായിരുന്നു. എന്നാൽ പോലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ ഏജന്റുമാരിലേക്കും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റുള്ള ആളുകളിലേക്കും വ്യക്തമായി തന്നെ എത്തുകയും ചെയ്തിരുന്നു. പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഈ ആളുകൾ പല തരത്തിലായിരുന്നു ഞങ്ങളോട് പെരുമാറിയിരുന്നത്. പലരും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥകളുണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലടക്കം വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥകളുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ വാർത്തയുമായി മുന്നോട്ട് പോയാൽ വലിയ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നുള്ള ഭീഷണികളും ഞങ്ങൾക്ക് നേരെ ഈ ആശുപത്രികളുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മാന്യന്മാരായ ആളുകളിൽ നിന്നും നേരിടേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഒരു ഘട്ടത്തിൽ പോലും ഈ അന്വേഷണത്തിൽ നിന്ന് പിന്നോട്ട് മാറാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഓരോ ഘട്ടവും മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ പ്രമുഖരായ കൂടുതൽ സ്വാധീനമുള്ള ആളുകളിലേക്കായിരുന്നു അന്വേഷണം നീണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഏജന്റുമാരായ 20 പേരിൽ വളരെ വ്യവസായ സാന്നിധ്യമുള്ള പലരും ഉണ്ടായിരുന്നു, രാഷ്ട്രീയ സ്വാധീനമുള്ള പലരും ഉണ്ടായിരുന്നു, രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ അവയവം കവർന്നെടുത്ത ആളുകളിൽ, അവയവം സ്വീകരിച്ച രോഗികളിൽ സംസ്ഥാനത്തെ തന്നെ വളരെ പ്രമുഖരായ ആളുകളുടെ പേരുണ്ടായിരുന്നു, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ പേരുണ്ടായിരുന്നു, രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ പേരുണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ നെറ്റ്വർക്കിനെ കുറിച്ചുള്ള അന്വേഷണത്തിനിടയിൽ ഗുരുതരമായ ഭീഷണികൾ പലപ്പോഴായി നേരിടേണ്ടി വന്നിട്ടുണ്ട്. വളരെ സമഗ്രമായ വിവരങ്ങളാണ് ഇപ്പോൾ റാഫിയും കൃഷ്ണപ്രിയയും പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾക്ക് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ വലിയ വാർത്ത കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. ഇടപെടൽ ഉണ്ടായേ തീരൂ. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ ഉണ്ടാകും. ഞങ്ങളുടെ പക്കൽ ഇനിയുമുണ്ട് വിവരങ്ങൾ. അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അന്വേഷണങ്ങളിൽ തുടരുക തന്നെയാണ് റാഫിയും കൃഷ്ണപ്രിയയും ഇപ്പോഴും. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം.